ഇന്ന് തൊട്ട് ഞാൻ എന്നും ഓടാൻ വരുന്ന വീഡിയോ ഞാൻ എന്നും അപ്ഡേറ്റ് ചെയ്യും ഗൈസ്. അങ്ങനെ ഒരു സുലൈമാനി വാങ്ങിച്ച്, പിന്നെ അതാ ഒരു ബോയിൽഡ് എഗ്ഗ് വാങ്ങിച്ചു. ഈ അച്ചാറാണ് ഹൈലൈറ്റ് അല്ലേ കാസൂട്ട? രാവിലെ 5:30 മണിയായിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടാൻ പോണതാണ്. ഇന്നോട്ടാ സ്റ്റാർട്ട്. റീസൺസ് ഒരുപാടുണ്ട്. ഹെൽത്ത് നമുക്ക് ഏറ്റവും ബെറ്റർ ആക്കുക. നെക്സ്റ്റ് പ്ലാൻ ഡെയിലി രാവിലെ കഴിക്കുക, ഓടാൻ പോവുക, പണിക്ക് പോവുക, അങ്ങനെ ആക്കി എടുക്കണം. ഇടയ്ക്ക് കൊണ്ട് മൊത്തം അങ്ങ് കൊളായി. അപ്പം ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് ഓടാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകും. അതിൻ്റെ വണ്ടി എടുത്ത് രാവിലെ വണ്ടി എടുത്ത് വേണം പോവാൻ, ഓടാൻ പോകാനായിട്ട്. നമുക്ക് ഇവിടുന്നൊരു ഒരു കിലോമീറ്റർ. എൻ്റെ മോനെ സാധാരണ ഇങ്ങനെ കിടക്കും രാവിലെ കഴിക്കാതെ. 5 മണിയാവും, 6 മണിയാവും, 7 മണിയാവും, 8 മണിയാവും, 9 മണിയാവും. ഈ റൊട്ടീൻ തെറ്റിയത് എവിടെയെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ഞാൻ രാവിലെ എഴുതിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, ഇടയ്ക്ക് വെച്ച് മൊത്തം കൊളായി. ഇനി നമ്മൾ എന്നും രാവിലെ ഓടാനും പോകണം, അതേപോലെ തന്നെ ഈ രാവിലെ കഴിക്കുകയും വേണം. കാരണം ഇവിടുത്തെ ഫാസ്റ്റ് ഫുഡെല്ലാം അടിച്ച് മറ്റേ ചില സമയമൊക്കെ ശ്വാസമൊക്കെ മുട്ടും. അവിടെ ആകെ ഒരു നമുക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യില്ല, എല്ലാവർക്കും വേണ്ടി പണിയെടുക്കുക, ഒരു ഇതുമില്ലാണ്ട് ഇങ്ങനെ പോയിട്ട് എന്തെന്ന് കാര്യം ഇരിക്കണടേ? ഒരു കാര്യമില്ല. ചെട്ടൂർ ഷോറൂം വേണ്ട, ചെച്ചൂർ ഭയങ്കര ഫേമസ് വണ്ടിയാണ്, ചൈനീസ് വണ്ടിയാണ്. പക്ഷെ നമുക്ക് ഒരു ദിവസം വന്ന് ഇതിനകത്തുള്ള വീഡിയോ എടുക്കണം. അവിടെ ഭയങ്കര വലിയ ഷോറൂം എന്ന് വെച്ചാൽ ഭയങ്കര വലിയ ഷോറൂം. വണ്ടിയാ മോനെ പൊളിയാണ്. ഇവിടെ ഞാൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആ വണ്ടി എടുക്കണം. അവിടെ ആണ് ആഗ്രഹം എൻ്റെ. നമ്മളെടുക്കണം. പിന്നെ നാട്ടിൽ പോയി നിൽക്കണം. ഈ ലക്ഷറി ലൈഫൊക്കെ ഒഴിവാക്കി വ്ളോഗൊക്കെ ചെയ്ത് നിങ്ങളുമായിട്ട് നാട്ടിൽ എൻജോയ് ചെയ്ത് സെറ്റായിട്ട് പോകണം. രാവിലത്തെ ക്ലൈമറ്റ് ആ മോനെ ഇതൊരു പ്രത്യേക സുഖമുണ്ട്. രാവിലെ എഴുന്നേക്കണേ അടിപൊളിയാണ് കേട്ടാ. അങ്ങനെ ഗൈസ്, നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സ്ഥലം എങ്ങനെയുണ്ട്? പൊളിയല്ലേ? കറക്റ്റ് ഈ പറഞ്ഞ പോലെ നല്ലൊരു ഫീലുള്ള സ്ഥലമാണ്. നമുക്ക് ഓടാനൊക്കെ ഇവിടെ അടുത്ത് തന്നെ ഇതൊക്കെ ടർഫൊക്കെ ഉണ്ട്. കണ്ടാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇന്ന് തൊട്ട് ഞാൻ എന്നും ഓടാൻ വരുന്ന വീഡിയോ ഞാൻ എന്നും അപ്ഡേറ്റ് ചെയ്യും ഗൈസ്. നമ്മളിനി വേറെ തലത്തിലോട്ടേക്കാണ് പോകാൻ പോണേ. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും കൂടുക. മൈ ഗാഡ്, അവിടെ ഇതിൽ കൂടി നടന്നല്ലേ ഭയങ്കര മറ്റേ ഈ പറഞ്ഞ കണക്ക് സോഫ്റ്റാണ് കേട്ടോ. നമുക്ക് ഇതിലുമായിട്ട് നടക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. രാവിലത്തെ ആ ഒരു ക്ലൈമറ്റൊക്കെ എൻ്റെ പോലെ പൊളി. ടോട്ടൽ നമ്മൾ 300 സ്റ്റാർട്ട് ചെയ്യണേ. ഇവിടെ മൊത്തം റൗണ്ട് അടിച്ച് വരുമ്പോൾ 4200 മീറ്റർ. 4200 മീറ്റർ ആയപ്പോൾ 4 കിലോമീറ്ററും 4.2 കിലോമീറ്റർ അങ്ങനെയാണ് വരുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ 4200 മീറ്റർ, ഏകദേശം
4 കിലോമീറ്ററും 200 മീറ്ററും അങ്ങനെ വരും. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഓട്ടം സ്റ്റാർട്ട് ചെയ്യാം സുഹൃത്തുക്കളെ. സോ ഗൈസ്, രാവിലെ എഴുന്നേൽക്കാനായിട്ട് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടി, കാരണം ശീലമില്ല. ശീലം ഉണ്ടായിരുന്നു, പക്ഷേ രാത്രിയുള്ള കറക്കവും പകൽ ലേറ്റായിട്ടുള്ള എഴുന്നേൽക്കലും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഇനിയൊന്ന് അങ്ങോട്ട് റെഡിയാക്കി എടുക്കുക. രാത്രിയുള്ള കറക്കം കട്ട് ചെയ്യുക, കറക്റ്റ് കിടന്ന് ഉറങ്ങുക, രാവിലെ എനിക്ക് ഓടാൻ വരിക, ഡെയിലി വ്ളോഗ് ഇടാൻ വേണ്ടി സെറ്റാക്കുക. ഓരോ ദിവസം കണ്ടിന്യൂ വ്ളോഗ് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓ മൈ ഗോഡ്, എനിക്കാണെങ്കിൽ ഇവിടുത്തെ ഫുഡെല്ലാം കൂടി അടിച്ച് മറ്റേ തിന്ന് ശരീരമൊന്നും അനങ്ങുന്നില്ലല്ലോ. ഈ ഭയങ്കര കെത്തപ്പ. ഇനി അത് മാറ്റിയെടുക്കണം. നമുക്ക് വേണ്ടി കുറച്ച് ടൈമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യണം. പറഞ്ഞ പോലെ പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മളൊരു രോഗിയായിട്ട് പോകേണ്ടി വരും. മടിയനും ഒരു രോഗിയാവേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് നമ്മൾ തന്നെ കെയർ ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് ഓട്ടം തുടങ്ങാം. റൗണ്ട് കറങ്ങി വന്നില്ല. ഏകദേശം 1200 മീറ്റർ ആയപ്പോൾ തന്നെ പാടായി. നല്ല സുഖമുണ്ട്. രാവിലെ പുറത്തായതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. ഉടനൊക്കെ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 4 ചുമര് മുറിയിൽ ഇത് കണ്ട കിതയ്ക്കുന്നുണ്ട. സ്റ്റാമിനയൊക്കെ പോയെന്ന് തോന്നുന്നുണ്ട്. എല്ലാം തിരിച്ചു പിടിക്കണം. 1200 മീറ്റർ ഓടിയപ്പോൾ തന്നെ ഈ അവസ്ഥ. സെറ്റാവും, തുടക്കമല്ലേ, റെഡിയാവും. ഫസ്റ്റ് ദിവസമല്ലേ, ഓടി ലെവലാക്കണം. സൂര്യൻ ഒഴിച്ചു പറഞ്ഞാണ്ട ഇത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. സോ ഗൈസ്, നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, തുടക്കമായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ദിവസമല്ലേ, അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. റിയാക്ട് ചെയ്യുന്നുണ്ട് ബോഡി. സെറ്റാവും. ഒരാഴ്ചയാകുമ്പം നമ്മൾ പറക്കും ഇതില്ലേ കൂടെ അല്ലേ. നമുക്ക് ആവശ്യം പഴമൊക്കെ പിടിച്ചിരിക്കുന്ന എന്താ ഡേറ്റ്സ് സമയം അതിൻ്റെ. ഏകദേശം 3400 നമ്മൾ നടന്ന് തീർത്തു. ഓടി ലാസ്റ്റ് പണ്ടാരടങ്ങിയപ്പോൾ ഇപ്പം നടക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ 4100 മീറ്റർ എത്തിയിരിക്കുകയാണ്. ശബ്ദം അടഞ്ഞു എന്നൊരു ഡൗട്ട്. 4 കിലോമീറ്ററും 100 മീറ്ററും സെറ്റ്. ഒരു മാതിരിയായി. ഡെയിലി ഇതാണ് കാരണം. പക്ഷെ നല്ലൊരു ദിവസം, ദ നൈസ് ഡേ. സോ ഗൈസ്, നമുക്ക് ഒരു റൗണ്ട് കൂടി കറങ്ങിയിട്ട് വരാം. നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ എത്തിയിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ ഇനി ഒരു റൗണ്ട് കൂടി കറങ്ങുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു, ഫ്രഷ് ആവുന്നു, ഡ്യൂട്ടിക്ക് പോകുന്നു. അതാ പരിപാടി. ഇനി
ഒറ്റ ഒരു കറപ്പം കൂടി വേണം, എങ്കിലും അങ്ങോട്ട് സെറ്റാവുള്ളൂ. ഇപ്പോൾ ഈ ഓടി തുടങ്ങാം. സഡൻലി ഓടുമ്പോൾ ഭയങ്കര ഒരു കിതപ്പ്. സോ ഗൈസ്, നമുക്ക് ഫിനിഷ് ചെയ്യാം ഇത് പെട്ടെന്ന്. ടൈമില്ല, ഡ്യൂട്ടിക്ക് പോകണം. എൻ്റെ ഡ്രീം ഈ വർഷം എനിക്ക് അച്ചീവ് ചെയ്യണം ഗൈസ്. എൻ്റെ ഡ്രീം, അതിനുവേണ്ടി കഷ്ടപ്പെടുക ആത്മാർത്ഥമായി. മടി എന്ന് പറയുന്ന സാധനം ശരീരത്തെ എഫക്റ്റ് ആവല്ലേ. 8 മണിയായി കേട്ടോ. രാവിലെ 5:30 ഇറങ്ങിയതാണ്. ടൈം 8 മണിയായി. റെഡിയായിട്ട് ഒരു 9:30 മുന്നേ ഇറങ്ങണം റൂമിൽ നിന്ന്. അങ്ങനെ ഒരു സുലൈമാനി വാങ്ങിച്ച്, പിന്നെ അതാ ഒരു ബോയിൽഡ് എഗ്ഗും വാങ്ങിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, ഇനിയൊന്നും കഴിക്കില്ല. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്, എഗ് ബോയിൽ ചെയ്തത്. അങ്ങനെ ഗൈസ് റെഡിയായി. ഞാൻ നേരെ ഇപ്പം മാർക്കറ്റിലേക്ക് പോകണം. ഏകദേശം ഇപ്പം 9:30 മണിയായി. കുറച്ച് നേരം അവിടെ ഫോൺ നോക്കിയിരുന്നു. ഞാൻ എത്തിയപ്പെട്ടേ. ഇനിയിപ്പോൾ മാർക്കറ്റിലേക്ക് പോകണം. എങ്ങോട്ട് പോകുന്ന ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഞാനിപ്പോൾ. ഉച്ചയ്ക്ക് 1:30. രാവിലെ മാർക്കറ്റിൽ പോയിട്ട് സെയിലൊക്കെ കുറവാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ മാർക്കറ്റ് പോകുന്ന വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തില്ല. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഫുള്ള് തിരക്കും ബിസിയും അതൊക്കെയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ വീഡിയോ കോൺസെൻട്രേഷൻ നടക്കില്ല പണിയുടെ ഇടയിൽ. അപ്പോൾ നമുക്കിനിയിപ്പം പോയിട്ട് ഫുഡ് കഴിക്കണം. നമുക്ക് നേരെ റൂമിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗോ. ഞാൻ നേരെ റൂമിൽ വന്ന് നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനിയിപ്പം വൈകിട്ട് ഒരു 3 മണിയാകുമ്പോഴേ ഞാൻ മാർക്കറ്റിൽ പോകുന്നത്. ഷാർജയ്ക്ക് പോകണം. അതാ ഫുള്ള് ചെടിയൊക്കെ സെറ്റ് ചെയ്ത് ലവ് ബേഡ്സിന് അതാ കാസിക്ക് അതാ മല്ലി ഇലയൊക്കെയാണ് കൊടുക്കണം ഇവിടെ. ചൂടത്ത് ഇതിനൊക്കെ വെള്ളം ഒഴിച്ച് റെഡിയാക്കി എടുക്കാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ചെടികളാണ്. ഈ അച്ചാറാണ് ഹൈലൈറ്റ് അല്ലേ കാസിക്ക? പക്ഷെ തരൂല കാസിക്ക അധികം കഴിക്കാൻ. സൂപ്പർ സാധനം. നല്ല ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇതാ പോകുന്നു. വീണ്ടും 2-3 കസ്റ്റമറുടെ ചെക്ക് റെഡി ആയിട്ടുണ്ട്. രാവിലെ നമ്മൾ സജ്ജയിൽ പോയില്ലേ. ഇനിയിപ്പോൾ നമുക്ക് നേരെ BMW പോവാ. BMW പോയിട്ട് നമുക്ക് നേരെ BMW പോവാ. BMW പോയിട്ട് ആ ചെക്ക് കളക്ട് ചെയ്ത് വരിക. വണ്ടിക്കകത്ത് കയറിയപ്പോൾ പുഴുക്കണതാ. ചൂടാണെങ്കിലാ ഭയങ്കര ചൂട്. ഒരു മാതിരി അവിച്ചിലാണ് ചൂട് കൊണ്ടേ. എന്തായാലും ഞാൻ ഷാർജയ്ക്കൊക്കെ പോയിട്ടൊക്കെ വരാം. പണിയുടെ ഇടയിൽ വീഡിയോ എടുക്കുന്നത് അത് ഒരു ഇതല്ല. അതുകൊണ്ട് ഞാൻ വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഇരുട്ടത്തായല്ലേ വെട്ടങ്ങ് പറഞ്ഞു. ഇരുട്ടായി. സംഭവം വേറൊന്നുമില്ല, നേരെ ഇരുട്ടി. 8 മണിയായി. ഞാൻ മാർക്കറ്റിൽ പോയിട്ട് ഇപ്പോഴാണ് തിരിച്ചു പറഞ്ഞത്. വരുന്ന വഴിക്ക് നമ്മുടെ വൈശാഖേട്ട ഒന്ന് വിളിച്ച് പുള്ളിയെ ഒന്ന് എടുക്കാൻ. എന്നെ കാണുന്നുണ്ടോന്ന്, കാണാൻ പറ്റുമെന്നുണ്ടാകുന്നു നിങ്ങൾക്ക്. പുള്ളി ഒന്ന് വിളിച്ച്, പുള്ളി ഇവിടെ അടുത്ത് എവിടെ എന്തോ ആവശ്യത്തിന് ഒന്നൊന്ന് റൂമിൻ്റെ അവിടെ ആക്കി കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാനും പുള്ളിയെ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. പിന്നെ എൻ്റെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. വർക്കൊക്കെ ആകെ പഠനം പെട്ടെന്ന് തീർത്ത്. വൈശാഖേട്ട വന്ന വൈശാഖേട്ട ഇവിടെ ചിരിച്ചിരിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനിയിപ്പോൾ നേരെ എങ്ങോട്ടാണ് പോകണ്ടേ? കഞ്ഞി. അപ്പോൾ ഒരു കഞ്ഞി ആയാലോ എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്കൊരു കഞ്ഞി കുടിക്കാൻ പോവാം.
അങ്ങനെ നല്ലൊരു കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയും അല്ലേ തലയാട്ടെ മീനൊക്കെ നല്ല മസാല ഒപ്പി വെച്ചിരിക്കണെന്നാ നമ്മൾ പറയുമ്പോ അവര് ഫ്രൈ ചെയ്ത്, പക്ഷെ നമുക്കിപ്പൊ കഞ്ഞി മതി. അടിപൊളി കഞ്ഞിയാണ് കേട്ടോ. അങ്ങനെ കഞ്ഞി നമ്മളെ വന്ന് അതിൻ്റെ കൂടെ ഉള്ളത് കുറച്ച് തോരനുണ്ട്, മുളകുണ്ട്, കുറച്ച് അച്ചാറുണ്ട്, ചമ്മന്തി ഉണ്ട്. അപ്പം ഗൈസ് ഞാൻ കഞ്ഞി കുടിക്കട്ടെ. സൂപ്പർ ടേസ്റ്റാ. അമ്മോനെ ഇതെന്തോ എരിയെന്നറിയോ? കഞ്ഞി കുടിച്ചപ്പോ വിയർത്ത് കേട്ടാ, പൊളി. അങ്ങനെ കഴിച്ച് നമ്മൾ കഴിച്ചിറങ്ങി ഇനിയിപ്പം നേരെ റൂമിലേക്ക് പോകണം. പുള്ളി ഒന്ന് ഫ്രീ സോണിൽ കൊണ്ടാക്കണം, എന്നിട്ട് നേരെ ഞാൻ റൂമിലേക്ക് പോകും. ഒരു 2 പൊന്ത കഞ്ഞി കുടിച്ച് ഇനി അടുത്ത ഷവർമ കഴിക്കാൻ പോവാം. ഇത് വിശപ്പല്ലടേ, ഇത് കൊതി. ഇതിനെ കൊതി എന്ന് പറയും. ഇയാൾക്ക് തീറ്റീന്ന് കള്ളത്തു ഫുഡും എവിടെ ഫുഡ് കഴിക്കാൻ കാണുമോ അവിടെ കാണുന്ന പൈസയാണ്. ഫുഡിയാണ് ഫുഡ്, പക്ഷെ അത് നല്ലതാണ്, എനിക്കതാണ് ഇഷ്ടം. കഴിക്കാനല്ലേ? കട്ട് ചെയ്ത് വാങ്ങിക്കാനേ? അതെ, നമുക്ക് 2 പേർക്ക് കട്ട് ചെയ്ത് വാങ്ങിക്കാനേ. അതിനിടയിൽ കട്ട് ചെയ്ത് വാങ്ങിക്കാന്നും കൂടി ഞാൻ സൈഡിൽ കൂടി. സോ ഗായ്സ്, അങ്ങനെ ഒരു ഷവർമയും കൂടി നമുക്ക് കഴിക്കാം. ഹാഫ് ഒരു നല്ലൊരു തീരുമാനമായിരുന്നു വൈശാൻ്റെ, പക്ഷെ ഓവർലോഡ് ആവും അങ്ങനെ സംഭവം. ജസ്റ്റ് നമ്മളിങ്ങനെ ഓപ്പൺ ആക്കിയ ഫില്ലിങ്ങൊക്കെ അടിപൊളിയാണ് കേട്ടോ അവരെ. വാവ്, ഉണ്ട്. സൂപ്പർ. ഓക്കെ, ശരി എന്നാ ഗൈസ്. ബൈ ബൈ. അപ്പൊ ഗൈസ്, ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോവാം. പുള്ളിയെ നേരെ കൊണ്ടാക്കി. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ. റൂമെത്തിയില്ല, കമ്പനിയുടെ പുറത്തെത്തി. അങ്ങനെ ഏകദേശം ഇന്നത്തെ പരിപാടികളൊക്കെ തീർന്ന് പുള്ളിക്കാരനെ കൊണ്ട് തിരിച്ചാക്കി. നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ പറഞ്ഞ വഴിക്ക് ഒരു ഷവർമയും കൂടി കഴിച്ച് പുള്ളിയെ കൊണ്ട് തിരിച്ച് റൂമിൽ പുറത്താക്കി, ഫ്രീ സോണിലാക്കി. എന്നിട്ട് ഞാൻ തിരിച്ചതായ എൻ്റെ റൂമിൻ്റെ അവിടെ എത്തി. ഇനിയിപ്പോൾ ഇന്നത്തെ ഞാൻ വീഡിയോ, ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. സോ നാളെ രാവിലെ നമുക്ക് മോർണിംഗ് ഓടാൻ പോകണം. അപ്പോൾ ഞാൻ നേരത്തെ ഇനിയിപ്പോൾ റൂമിൽ പോയിട്ട് കിടന്ന് ഉറങ്ങാൻ പോകണം. രാവിലെ ഏകദേശം 5:30. അപ്പോൾ കറക്റ്റ് ഒന്ന് ലെവലാക്കി എടുക്കണേ ഓരോ ദിവസം. അപ്പോൾ സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മസ്റ്റായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കണും കൂടി അമർത്തുക. വീണ്ടും സന്ധിക്കും വരയ്ക്ക് വണക്കം. ബൈ ബൈ ഗൈസ്.